നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശശി തരൂരിനെ പരിഹസിച്ച് ബിനോയ് വിശ്വം. സ്വന്തം അവസ്ഥ എന്തെന്ന് തരൂരിന് തന്നെ വ്യക്തതയില്ല. BJPയിലേക്കുള്ള ശശി തരൂരിന്റെ യാത്രയുടെ തിരക്കഥ പൂർത്തിയാകാറായെന്ന് ബിനോയ് വിശ്വം. ശശി തരൂരിന്റെ ട്വീറ്റിൽ പരാമർശിക്കുന്ന സർവേക്ക് വ്യക്തതയില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആരോ ക്ലിക്ക് ചെയ്തെടുത്ത സർവേയാണിതെന്നും രമേശ് ചെന്നിത്തല. ഷൊർണൂർ കുളപ്പുള്ളി റോഡ് തകർച്ച. കുളപ്പുള്ളിയിൽ റോഡ് ഉപരോധിച്ച് കോൺഗ്രസ്. ഷൊർണൂർ MLAക്കെതിരെ രൂക്ഷ വിമർശനം. റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ സമരപരമ്പരയെന്ന് മുന്നറിയിപ്പ്. ആരോഗ്യമേഖലയുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കോൺഗ്രസ് മാർച്ച്. ഷൊർണൂരിൽ പാർട്ടി പരിപാടിയുടെ പേരിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നില്ലെന്ന് BJP. യോഗം മാറ്റിവെച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ നടപടി ക്ഷേമ പെൻഷൻ അപേക്ഷകരോടുള്ള നീതികേട്. നടപടി വേണമെന്ന് BJP കൗൺസിലർമാർ. വാർത്തകൾ വിശദമായി. ശശി തരൂരിനെ പരിഹസിച്ച് ബിനോയ് വിശ്വം. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് പോലും വ്യക്തതയില്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. BJPയിലേക്കുള്ള ശശി തരൂരിന്റെ യാത്രയുടെ തിരക്കഥ പൂർത്തിയാകാറായെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ യോഗ്യതയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് ശശി തരൂർ പറയുന്നു. മറുഭാഗത്ത് അദ്ദേഹം കോൺഗ്രസ് നയങ്ങളെ വിമർശിച്ച് ലേഖനമെഴുതുന്നു. ചുരുക്കത്തിൽ BJPയിലേക്കുള്ള ശശി തരൂരിന്റെ യാത്രയുടെ തിരക്കഥ പൂർത്തിയാവുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ശശി തരൂരിന്റെ ട്വീറ്റിനെ കുറിച്ച് തനിക്കൊന്നും പറയാനില്ല. കേരളത്തിലെ നൂറുകണക്കിന് കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ വിഷയം അലട്ടുന്നുണ്ട്. സഭകളുണ്ടാണ് അത് ഗവൺമെൻറ്റിന് പറയാം, കോടതിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗവൺമെൻറ് ശ്രമിച്ചത് കേരള സിലബസിലെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണ്. അത് ന്യായമാണ് താനും. പക്ഷേ അത് നടപ്പിലാക്കി വന്നപ്പോൾ ഉണ്ടായ സാങ്കേതിക പിഴവുകൾ അതിനെ മറികടന്നേ പറ്റൂ. മറികടക്കാൻ ഗവൺമെൻറ് അപ്പീൽ പോകുന്നുണ്ട്. അപ്പീൽ പോകുമ്പോൾ ഗവൺമെൻറ്റിന് പറയാം, കേസ് കേൾക്കുന്ന കോടതിക്ക് പറയാം സമൂഹത്തിൽ ഉത്കണ്ഠകളെ പറ്റി. ഉത്കണ്ഠ വേറൊന്നുമില്ല, നിശ്ചിതമായ കാത്തിരിപ്പ് ഉണ്ടാകുമ്പോൾ ആ മക്കൾക്കും മാതാപിതാക്കൾക്കും എല്ലാം ഉണ്ടാകുന്ന പ്രയാസം സർക്കാരിനെ പോലെ കോടതിക്ക് പറയാം. അത്രയും വേഗം കാലവിളംബം കൂടാതെ തീരുമാനമുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രയാസങ്ങൾ കോടതിക്കും സർക്കാരിനും മനസ്സിലാകുമെന്നായിരുന്നു കിം പരീക്ഷാ ഫലത്തിലെ അനിശ്ചിതത്വം സംബന്ധിച്ച് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. കാലവിളംബം കൂടാതെ കോടതിയുടെ തീരുമാനം വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഓരോ പിഴവുകളും പറയുന്നത് അത് ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത വേണം എന്നാണ്. കേരളം നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ കൂടെയുണ്ടെന്നും നാടിന്റെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന സംഭവമാണതെന്നും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റ മനസ്സാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ കേരളത്തിനെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശശി തരൂരിന്റെ ട്വിറ്റർ പോസ്റ്റിൽ പരാമർശിക്കുന്ന സർവേക്ക് വിശ്വാസ്യതയില്ലെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരുമെന്നും ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്നാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നതെന്നും സർവേയിൽ വ്യക്തമായിരിക്കുന്നു. ആരോ ക്ലിക്ക് ചെയ്തെടുത്ത സർവേയാണിതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കുളപ്പുള്ളി ഷൊർണൂർ പൊതുമരാമത്ത് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ റോഡ് ഉപരോധ സമരം. ഷൊർണൂർ MLA മൗനം വെടിയണമെന്നും റോഡ് ഉടൻ അറ്റകുറ്റപ്പണി നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് കുളപ്പുള്ളിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ പരിസരത്തെ കുഴികളിൽ തെങ്ങിൻ തൈ നട്ട ശേഷം പ്രതിഷേധ പ്രകടനമായാണ് കോൺഗ്രസ് പ്രവർത്തകർ കുളപ്പുള്ളിയിലെത്തി റോഡ് ഉപരോധിച്ചത്. ഷൊർണൂർ MLA മൗനം വെടിയുക, റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധ സമരം. റോഡ് ഉപരോധ സമരം DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പറഞ്ഞു മമ്മിക്കുട്ടി മുഖ്യമന്ത്രി അല്ലെ FLA, അദ്ദേഹത്തിനൊന്നും മുഖ്യമന്ത്രി കാണാനുള്ള അവകാശം 10 ദിവസം എഴുതി കൊടുത്താൽ പോലും സമയം കൊടുക്കാറില്ല.
പിന്നെ വേണ്ട അദ്ദേഹത്തിന്റെ മരുമകനെ ഒരു സംശയം വേണ്ട, പൊതുമരാമത്ത് മന്ത്രി വന്ന മുഖ്യമന്ത്രിയുടെ സൂപ്പർ മുഖ്യമന്ത്രിയാണ്. കാരണം ഇവർ രണ്ടുപേരും കൂട്ടിലാണ് കേരളത്തിലെ എങ്ങനെ വേണം, ഏത് രീതി മുന്നോട്ട് പോകണം തീരുമാനിക്കുന്നത്. കാരണം ഈ പൊട്ടിപ്പൊളിയാൻ കാരണം എന്താണെന്നറിയോ? എല്ലാം ധാരാളം കോൺട്രാക്ട് കൊടുത്തു. നിങ്ങൾക്കറിയാം, ഇതിന് മുൻപ് പറഞ്ഞു, ഇവിടെ കേരളത്തിലെ കോഴിക്കോട് അതുപോലെ ബൈപ്പാസ് വന്നു. ആ ബൈപ്പാസിനെ കുറിച്ചിട്ട്, നാഷണൽ ഹൈവേ കുറിച്ച് മൂപ്പര് വളരെയേറെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ ഗവൺമെന്റ് മുന്നിലെടുത്ത് മേൽനോട്ടത്തിൽ വളരെയേറെ വികസന പദ്ധതി നടത്തിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു ധാരാളം റോഡുകളുടെ എണ്ണി പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ TH ഫിറോസ് ബാബു, VKP വിജയനുണ്ണി, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TK ഹമീദ്, TY ഷിഹാബുദ്ദീൻ, N മോഹൻദാസ്, വിജയപ്രകാശ് ശങ്കർ, ശിവപ്രകാശൻ മാസ്റ്റർ, പാലൊളി ഹുസൈൻ, മുരളി മാസ്റ്റർ, VK രാധാകൃഷ്ണൻ, കൃഷ്ണദാസ്, പ്രേംകുമാർ, ഉണ്ണികൃഷ്ണൻ, ദാസ് ശങ്കർ, ആഷിഖ്, ശ്രീജ അനങ്ങനടി, CV ആഷിഖ്, അക്ഷജ്, ശാന്ത T സീന, C സന്ധ്യ, ശ്രീകലാരാജൻ, ലീല, ശോഭനകുമാരി, PM മുരളീധരൻ, അർജുൻ, VG ശ്രീനിവാസൻ, വാസുദേവൻ, താഹിർ അനങ്ങനടി, രാജു ചാക്കോ, MP സുശീൽകുമാർ, PR പ്രവീൺ, വിശ്വനാഥൻ കൈലേട്, PC രാമൻകുട്ടി, PK വേണുഗോപാൽ, വിൻസെന്റ്, R സുരേഷ് ബാബു, L വിനോദ് കുമാർ, രവീന്ദ്രൻ അമ്മാത്ത തുടങ്ങിയവർ പങ്കെടുത്തു. സമരത്തിനിടെ പോലീസ് ജീപ്പ് തടഞ്ഞത് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കത്തിനിടയാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആരോഗ്യമേഖലയോട് പിണറായി സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ആരോഗ്യമന്ത്രിയുടെ അഹന്തയ്ക്കെതിരെയും വെള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാർ സംവിധാനത്തെ താറുമാറാക്കിയത് മാത്രമല്ല, ഏറ്റവും അവസാനമായി നേരത്തെ പറഞ്ഞ മന്ത്രി പറഞ്ഞ വാചകമുണ്ട് നിയമസഭയ്ക്കകത്ത്, 256 കോടി രൂപ ഈ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ച 256 കോടി രൂപ ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 256 കോടി രൂപയാണ് പ്രിയമുള്ളവരെ ഈ മേഖലയിൽ വെട്ടിക്കുറച്ചത്. കാത്ത് ലാബുകളുള്ള സംവിധാനത്തെ കുറിച്ച് നിങ്ങളോട് പറയേണ്ടതില്ല. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ദിവസം 18-20 പേർക്ക്. ദേശമംഗലം സെന്ററിലെ ഗാന്ധി സ്തൂപം സമീപത്ത് നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരും സ്ത്രീകളുമടക്കം കനത്ത മഴ വകവയ്ക്കാതെ മാർച്ച് നടത്തിയത്. ചെറുതുരുത്തി CI ഷീരു വിജയന്റെ നേതൃത്വത്തിൽ നിരവധി പോലീസുകാർ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വന്ന മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ TM കൃഷ്ണൻ, മറ്റു കോൺഗ്രസ് നേതാക്കളായ PS ലക്ഷ്മണൻ, മായ ഉദയൻ, M മഞ്ജുള, NK പ്രകാശൻ, MV സുലൈമാൻ, മുഹമ്മദ് ഇക്ബാൽ, KC ശിവദാസൻ, രാജൻ വെട്ടത്ത്, മുസ്തഫ കിള്ളിമംഗലം, K പ്രേമൻ, മുസ്തഫ പരവൂർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ദേശമംഗലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് സ്വാഗതവും കോൺഗ്രസ് നേതാവ് ഷഹീർ ദേശമംഗലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. CPM പരിപാടിയുടെ പേരിൽ ഷൊർണൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം മാറ്റിവെച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് BJP. 20 ക്ഷേമ പെൻഷൻ അപേക്ഷകൾക്ക് അംഗീകാരം നൽകേണ്ടിയിരുന്ന യോഗമാണ് പാർട്ടി പരിപാടിയുടെ പേരിൽ മുടങ്ങിയതെന്നും BJP പാർലമെന്ററി പാർട്ടി നേതാവ് EP നന്ദകുമാർ, കൗൺസിലർ പ്രസാദ് എന്നിവർ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 11:30 നടക്കേണ്ട യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ CPMന്റെ 3 കൗൺസിലർമാർ ഒരറിയിപ്പും കൂടാതെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വിട്ടുനിൽക്കുകയായിരുന്നെന്ന് BJP ആരോപിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് വ്യാഴാഴ്ചത്തെ യോഗത്തിന്റെ അറിയിപ്പ് ഇക്കഴിഞ്ഞ 7-ാം തീയതി രേഖാമൂലം നൽകിയിരുന്നു. CPMന്റെ 3 അംഗങ്ങളും പങ്കെടുക്കാതെ ചെയർപേഴ്സൺ യോഗം നാളത്തേക്ക് മാറ്റിയെന്ന് വാട്സപ്പ് സന്ദേശത്തിലൂടെയാണ് അറിയിച്ചത്. 20 പേരുടെ ക്ഷേമ പെൻഷൻ അംഗീകരിക്കേണ്ട യോഗമാണ് മാറ്റിവെച്ചതെന്ന് BJP പാർലമെന്ററി പാർട്ടി നേതാവ് EP നന്ദകുമാർ കുറ്റപ്പെടുത്തി. ഏതാണ്ട് 20ഓളം പേരുടെ പെൻഷൻ അപേക്ഷ പരിഗണിക്കേണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് പാർട്ടി മീറ്റിംഗിന്റെ പേരിൽ കമ്മിറ്റി മാറ്റിവെക്കേണ്ട അവസ്ഥ ഇന്ന് വന്നിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി നഗരസഭാ ചെയർമാൻ സ്വീകരിക്കണം, സെക്രട്ടറി സ്വീകരിക്കണം.
അതായത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാറ്റിവെക്കാം, നമുക്ക് പല വിഷയങ്ങളുണ്ടെങ്കിൽ മാറ്റിവെക്കാം, അതൊക്കെ ചെയർപേഴ്സണ് വിവേചന അധികാരമുണ്ട്. പക്ഷെ കമ്മിറ്റി കൂടേണ്ട സമയം കഴിഞ്ഞിട്ട് പോലും അതിന്റെ അംഗങ്ങളെ കൃത്യമായി കമ്മിറ്റിയുടെ വിവരങ്ങളോ മാറ്റിവെക്കുന്നെങ്കിൽ അതുപോലും അറിയിക്കാൻ പോലുമുള്ള ബാധ്യത ഇല്ലാത്ത, ആ ബാധ്യത പോലും കാണിക്കാത്ത ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള CPM പ്രതിനിധികൾ അവർ ഈ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. ക്ഷേമ പെൻഷന്റെ അവകാശവാദം ഉയർത്തിപ്പിടിക്കുന്ന CPMകാർ അത് മുടക്കുന്നതിനാണ് മുൻനിരയിൽ നിൽക്കുന്നതെന്ന് ഈ സംഭവത്തിലൂടെ വ്യക്തമായെന്ന് കൗൺസിലർ K. പ്രസാദ് കുറ്റപ്പെടുത്തി. നിരുത്തരവാദ സമീപനം സ്വീകരിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെതിരെ നടപടി സ്വീകരിക്കാൻ നഗരസഭാ ചെയർമാൻ തയ്യാറാകണമെന്നും പ്രസാദ് ആവശ്യപ്പെട്ടു. ഇതിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ഫാത്തിമത്ത് ഫർസാനോട് വിളിച്ചു ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, ഇന്ന് അടിയന്തരമായിട്ട് CPMന്റെ ഒരു ശില്പശാല നടക്കുകയാണ്, അതുകൊണ്ട് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുള്ള 3 പേരും അവിടെയാണ്, അപ്പൊ അതുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം കമ്മിറ്റി നടത്താൻ സാധിക്കില്ല, മറ്റൊരു ദിവസത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നാളെ നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ 7-ാം തീയതിയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിന് അറിയിപ്പ് ലഭിക്കുന്നത്. 7-ാം തീയതി കഴിഞ്ഞ് ഈ 10-ാം തീയതി 11:50 കൂടിയിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഈ യോഗം മാറ്റിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുകയാണ്, ഇന്നത്തെ യോഗം നാളേക്ക് മാറ്റി. അപ്പോൾ അവരുടെ ഒരു ഉത്തരവാദിത്ത ബോധത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളശ്ശേരിയിൽ INTUC മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി N. മുരളീധരൻ ക്ലാസ് എടുത്തു. DCC മെമ്പർ CN ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി K. രാംകുമാർ, R. മുത്തു, P. പങ്കജാക്ഷൻ, ശ്രീ പത്മനാഭനുണ്ണി, KS സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു. അവരെ സംരക്ഷിക്കണമല്ലോ. ഈ ബോർഡും ഈ സംവിധാനവും ഒക്കെ നിലവിൽ വരുന്നതിന് മുന്നേ പണി വാങ്ങിയ ആളുകളാണ് അവർ. അപ്പൊ അവരോട് പ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ അവിടെ വേറൊരു അപകടം എന്താ, ഇന്നലെ തുടങ്ങിയ അവിടെ അടയ്ക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയിലേക്ക് മാറുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കുള്ള ദോഷം എന്താ, ഇവിടെ പറഞ്ഞു 2 യൂണിറ്റും ഒരുമിച്ച് CITU INTUC സംയുക്തമായിട്ടോ അതല്ലെങ്കിൽ ഒരേ ഷിഫ്റ്റിലോ പണിയെടുക്കാത്തത് കൊണ്ട് ഒരു ഗുണമുണ്ട് നമുക്ക്. എന്താണ്, നമ്മൾ ദിവസേന പണിയുള്ള ഒരു യൂണിറ്റാണ്. എല്ലാ ദിവസവും കൂടെ INTUC പണിയെടുക്കുന്നത്. ഇവിടുത്തെ ഏത് മരത്തിന്റെ എന്ത് പണി വന്നാലും ഈ കേരളശ്ശേരി പഞ്ചായത്തിൽ INTUCക്കാണ്. INTUC കേരളശ്ശേരി പുതിയ മണ്ഡലം കമ്മിറ്റി രൂപീകരണവും നടന്നു. KS സലീം പ്രസിഡന്റായും K. ഹക്കീം സെക്രട്ടറിയായും R. മുത്തു ട്രഷററായുമാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ ഒറ്റപ്പാലം CMN ട്രസ്റ്റ് ആവിഷ്കരിച്ച പദ്ധതി പ്രകാരം 2ാം ഘട്ടത്തിൽ നിർമ്മിച്ച 3 വീടുകളുടെ താക്കോൽദാനം നടന്നു. ഈശുമൻശ്ശേരി കൈലാസം ക്ലബ്ബിൽ നടന്ന ചടങ്ങ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ താക്കോൽദാനവും K. പ്രേംകുമാർ MLA നിർവഹിച്ചു. CMN ട്രസ്റ്റ് ചെയർമാൻ U. പമ്പാവാസൻ നായർ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ലാൽ ജോസ്, അഡ്വക്കേറ്റ് PT. നരേന്ദ്രമേനോൻ, സന്തോഷ് കയറാട്ട് എന്നിവർ പ്രസംഗിച്ചു. 2014 രൂപീകരിച്ച ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് തിരഞ്ഞെടുത്ത 50 നിർധനരായ കുടുംബങ്ങൾക്കാണ് എ ഹോം ഓഫ് യുവർ ഓൺ എന്ന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 10 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറിയിരുന്നു. 2ാം ഘട്ടത്തിലെ 10 വീടുകളിൽ നിർമ്മാണം പൂർത്തിയായ 3 വീടുകളുടെ താക്കോൽദാനമാണ് മനശ്ശേരിയിൽ നടന്നത്. ആറന്കുളം സ്വദേശിനി ഷീന, മനശ്ശേരി സ്വദേശിനി തങ്കം, എലപ്പുള്ളി സ്വദേശി ശ്രീനിവാസൻ എന്നിവർക്കാണ് സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽ കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSSPU മണ്ണൂർ യൂണിറ്റ് കൺവെൻഷൻ മണ്ണൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തീർച്ചയായും ബ്ലോക്കിലേക്കുള്ള വിഹിതം ഇവിടെ കൊടുക്കുന്നുള്ള കാര്യം സംശയം. പിന്നെ സംശയം വരാൻ സാധ്യതകൾ മെമ്പർ വർദ്ധിപ്പിച്ചിട്ടാണോ കൊടുക്കുന്നതെന്നുള്ള മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ചില വീടുകൾ ചിലപ്പോൾ ആളുണ്ടാവില്ല, ചിലപ്പോൾ ദൂരെ വഴികളൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ കുറച്ച് പേരെന്തായാലും നമ്മുടെ സംഘടനയുടെ പ്രത്യേകതയാണ്. ഒരു കൊല്ലം 15,000-20,000 പെൻഷൻകാർ മരണപ്പെടുന്ന ഒരു സംഘടനയാണ്. അതിലെല്ലാവർക്കും ഒന്നും ഫാമിലി പെൻഷൻ ഉണ്ടാവില്ല. ഫാമിലി പെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ചുപേർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ആ പോകുന്നതിനനുസരിച്ച് പുതിയ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മുടെ മെമ്പർഷിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് PN സത്യജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിലർ MC വാസുദേവൻ നവാഗതരി പരിചയപ്പെടുത്തി. ചടങ്ങിൽ A+ നേടിയ കുട്ടികളെ ആദരിച്ചു. രാധാകൃഷ്ണൻ നായർ, P. രാജഗോപാലൻ മാസ്റ്റർ,
എന്നിവർ സംസാരിച്ചു. NR രവീന്ദ്രൻ സ്വാഗതവും MN ശ്രീദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശശി തരൂരിനെ പരിഹസിച്ച് ബിനോയ് വിശ്വം. സ്വന്തം അവസ്ഥ എന്തെന്ന് തരൂരിന് തന്നെ വ്യക്തതയില്ല. BJPയിലേക്കുള്ള ശശി തരൂരിന്റെ യാത്രയുടെ തിരക്കഥ പൂർത്തിയാകാറായെന്ന് ബിനോയ് വിശ്വം. ശശി തരൂരിന്റെ ട്വീറ്റിൽ പരാമർശിക്കുന്ന സർവേക്ക് വ്യക്തതയില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആരോ ക്ലിക്ക് ചെയ്തെടുത്ത സർവേയാണിതെന്നും രമേശ് ചെന്നിത്തല. ഷൊർണൂർ കുളപ്പുള്ളി റോഡ് തകർച്ച. കുളപ്പുള്ളിയിൽ റോഡ് ഉപരോധിച്ച് കോൺഗ്രസ്. ഷൊർണൂർ MLAക്കെതിരെ രൂക്ഷ വിമർശനം. റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ സമരപരമ്പരയെന്ന് മുന്നറിയിപ്പ്. ആരോഗ്യമേഖലയുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കോൺഗ്രസ് മാർച്ച്. ഷൊർണൂരിൽ പാർട്ടി പരിപാടിയുടെ പേരിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നില്ലെന്ന് BJP. യോഗം മാറ്റിവെച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ നടപടി ക്ഷേമ പെൻഷൻ അപേക്ഷകരോടുള്ള നീതികേട്. നടപടി വേണമെന്ന് BJP കൗൺസിലർമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.